അപ്പോൾ ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും വന്നു. ആ കാണുന്ന റൂഫ് അങ്ങനെ തന്നെ പറന്നുപോയി. അപ്പോൾ ഇവർക്ക് വല്ലാതെ വിഷമമായി. കാരണം കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഓരോന്നെ കൈ ഇതാകുന്നു, റൂഫ് പറന്നു പോകുന്നു. പക്ഷേ അവരത് അവർ കർത്താവിൽ വിശ്വസിച്ചു. ആ സമയത്ത് നമ്മുടെ കൊല്ലം ബ്ലസ് സെൻ്ററിലെ ശുശ്രൂഷകൻ, ആ സമയത്തായിരുന്നു ശുശ്രൂഷകൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ ജയശങ്കർ ബ്രദറായിരുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റുന്നു, ദൈവം നിങ്ങൾക്കൊരു പുതിയ ഭവനം തരുന്നു എന്ന് പറഞ്ഞു. ഇവരത് വിശ്വസിച്ചു, ഏറ്റെടുത്തു. പക്ഷേ ഇവരൊരു കാര്യം മറന്നുപോയി. 1 വർഷം മുമ്പ് ഇവർ പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ഈ വീടൊന്ന് പണിയാനുള്ള ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ വീടിൻ്റെ റൂഫ് പറന്നുപോയതുകൊണ്ട് ഇവർ പഞ്ചായത്തിലെ മെമ്പറെ വിളിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ഒത്തിരി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവർ ചെയ്തത് പ്രേയർ ഡയറിയിൽ അവർ എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് അത്ഭുതം ചെയ്യും, കർത്താവ് ഞങ്ങൾക്ക് പുതിയൊരു വീട് തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യ ലിസ്റ്റ് വന്നപ്പോൾ ഇവരുടെ പേരുണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കലും ഒരു ഫസ്റ്റ് ലിസ്റ്റ് വന്നാൽ രണ്ടാമത് അത് റീലിസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം അത് റീലിസ്റ്റ് ചെയ്തു. ഫസ്റ്റ് പേര് ഇവരുടെ ആയിരുന്നു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഇങ്ങനെയാ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇത് എങ്ങനെയാ സംഭവിച്ചെന്ന് അറിഞ്ഞു. പക്ഷെ ഇവർക്കറിയാമായിരുന്നു, നമുക്കിപ്പോൾ അറിയാം, കർത്താവാണ് ചെയ്തത്. പക്ഷെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഇവരുടെ അക്കൗണ്ടിൽ 93 പൈസകൾ, ഒരു രൂപയ്ക്ക് അന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അതായത് 1 രൂപ പോലും തികയാത്ത അത്ര പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് വേണ്ട, നമുക്ക് ക്യാഷ് ഉണ്ടായിട്ട് നമുക്ക് വീട് പണിയാം. പക്ഷേ അവൾ അന്നേരം എന്നെ ബലപ്പെടുത്തി, ഇത് നടക്കും, ഇത് ദൈവ തീരുമാനമാണ്, നടക്കും. ജയശങ്കർ ബ്രദർ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഭവനം തരുമെന്ന്. ആ വാക്കിൽ വിശ്വസിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. മുമ്പിലോട്ട് പോയി. ഇതിനിടയിൽ ഒക്ടോബർ 22 നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. ഗിരീഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിലെല്ലാം ദൈവം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അദ്ദേഹം നമ്മുടെ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ വീട്ടിൽ നിന്നും വിളി വന്നു. അതുവരെ കുടുംബസ്വത്തോ കാര്യങ്ങളൊന്നും കൊടുക്കില്ലായിരുന്നു. വീട്ടിൽ നിന്ന് വിളി വന്നു. ഇവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഇവർക്കുള്ള അവകാശത്തെ എടുത്ത് കൊടുത്തു. ഇതാണ് അവർക്ക് കൊടുത്ത പുതിയ ഭവനം, പഴയ വീടിന്റെ സ്ഥാനത്ത്. 93 പൈസയും കൊണ്ട് പണിത വീട്. അതെ. പക്ഷെ ഇതിനിടയിൽ ജപ്തി നോട്ടീസ് പോലെ ഒന്ന് ഇവർ അത് ഒട്ടിക്കാൻ വേണ്ടി ബാങ്കുകാർ വന്നു. പക്ഷെ ആ സമയത്ത് ഇവരില്ലാത്തതുകൊണ്ട് ഒട്ടിച്ചില്ല. ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 5.5 ലക്ഷം രൂപ കൊടുത്ത് ഇത് തീർത്തില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യം എന്നുള്ളത്, അതേ ബാങ്കുകാർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3.5 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി ഞങ്ങൾ എഴുതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ 3.5 ലക്ഷം രൂപ കൊടുത്തു, കടം മാറ്റി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കൊടുത്തു.